നമസ്കാരം. ഇന്ന് കേരളത്തിൻ്റെ തെക്കൻ ജില്ലകളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. എല്ലായിടങ്ങളിലും പ്രത്യേകിച്ചും പോളിംഗ് നടപടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ആവേശകരമായി തന്നെ പുരോഗമിക്കുകയാണ്. ഇതൊരു സാധാരണ തെരഞ്ഞെടുപ്പ് ദിനം മാത്രമല്ല. കാരണം കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരുപാട് കോളിളക്കങ്ങൾ സൃഷ്ടിച്ച നിരവധി വിഷയങ്ങൾ ഈ ദിവസവും ശക്തമായി നിലനിൽക്കുന്നുണ്ട്. സാധാരണ ഇത്തരം തെരഞ്ഞെടുപ്പ് തിരക്കിനിടയിൽ പഴയ വിവാദങ്ങൾ കാറ്റിൽ പറന്നു പോവുകയാണ് പതിവ്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. ആ വിവാദങ്ങളുടെ എല്ലാം തന്നെ കേന്ദ്രബിന്ദുവായ ഒരു യുവ നേതാവിനെ കുറിച്ചാണ് ഇപ്പോഴും ഏറെ ചർച്ച ചെയ്യുന്നത്. ആ വിഷയം ഇപ്പോഴും ഒരു തീരാപ്രശ്നമായി തുടരുകയാണ്. അതാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട കേസ്. അദ്ദേഹമാണ് നിലവിൽ പൊതുരംഗത്ത് ഇപ്പോൾ പൂർണ്ണമായി അപ്രത്യക്ഷനായി നിൽക്കുന്നത്. ഏകദേശം 2 ആഴ്ചയോടടുക്കുകയാണ് അദ്ദേഹം പൊതുവേദികളിൽ കാണാതിരുന്നിട്ട്. സ്വാഭാവികമായും അദ്ദേഹം ഒളിവിലാണ് എന്ന തരത്തിലുള്ള വാർത്തകളും അഭ്യൂഹങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ ശക്തമായ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി ഹാജരാകുന്ന വക്കീൽ അദ്ദേഹം പറയുന്നത് വിശദീകരണം വളരെ ശ്രദ്ധേയമാണ്. മാങ്കൂട്ടം ഒളിച്ചോടിയിട്ടില്ല, എങ്ങും പോയിട്ടില്ല എന്ന് അദ്ദേഹം തീർത്ത് പറയുകയാണ്. ആരാണ് ഇദ്ദേഹം ഒളിവിലാണെന്ന് പറഞ്ഞതെന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിലെ ഒരു ചർച്ചയ്ക്കിടെ ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഉറപ്പിച്ച് പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. കോടതിയുടെ വിളിക്ക് കൃത്യമായി മറുപടി നൽകാൻ മാങ്കൂട്ടം എപ്പോഴും ലഭ്യമാണ്. അതായത് കോടതി വിളിക്കുന്ന ഏത് സമയത്തും ഹാജരാകാൻ അദ്ദേഹം തയ്യാറാണ്. പക്ഷേ നിയമപരമായി അദ്ദേഹം സന്നദ്ധനാണെങ്കിലും പൊതുസമൂഹത്തിന് മുന്നിൽ മാങ്കൂട്ടം ഇപ്പോൾ ഇല്ല എന്നത് ഒരു വലിയ യാഥാർത്ഥ്യമായി തന്നെ നിലനിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ സ്വാഭാവികമായി ഉയരുന്ന മറ്റൊരു പ്രധാന ചോദ്യമുണ്ട്. വോട്ടെടുപ്പ് പുരോഗമിക്കുന്ന ഈ വേളയിൽ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി തൻ്റെ പോളിംഗ് ബൂത്തിലേക്ക് മാങ്കൂട്ടം എത്തുമോ, തൻ്റെ സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ അദ്ദേഹം സന്നദ്ധനാകുമോ എന്നതാണ്. കാരണം ഈ കേസിൽ തനിക്കെതിരെ ശക്തമായ നിയമ നടപടികൾ വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും പ്രചരണ സമയത്ത് പോലും അദ്ദേഹം സജീവമായിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു നിർണായകമായ സംഭവമുണ്ടായി. ഇരയുടെ ചിത്രം പുറത്തുവിട്ടതുമായി ബന്ധപ്പെട്ട പ്രതി ചേർക്കപ്പെട്ട സന്ദീപ് വാര്യരെ അറസ്റ്റ് ചെയ്യുന്നതിൽ കോടതി പോലീസിനെ തടയിട്ടു. നിയമപരമായിട്ടുള്ള വഴി അത് പോലീസിന് മുന്നിൽ അടഞ്ഞതോടെ മാങ്കൂട്ടം കേസിൻ്റെ കാര്യത്തിൽ പോലീസിന് നിലവിൽ ഒരു തടസ്സം നേരിടുന്നുണ്ട്. ഇത് കണക്കിലെടുക്കുമ്പോൾ കോടതിയുടെ സംരക്ഷണം ലഭിച്ച ഈ സാഹചര്യത്തിൽ അദ്ദേഹം വോട്ട് ചെയ്യാൻ വരുമോ എന്ന ആകാംക്ഷയിലാണ് ഇപ്പോൾ രാഷ്ട്രീയ ലോകം. ഏതായാലും മാധ്യമങ്ങൾ ഈ വിഷയം ഇപ്പോഴും കൈവിട്ടിട്ടില്ല. അവർ ഇപ്പോഴും ഈ വിവാദത്തെ UDFിൻ്റെ തലയിൽ തന്നെ കെട്ടിവെച്ചുകൊണ്ട് ചർച്ച ചെയ്യുന്നത് തുടരുകയാണ്. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ മാങ്കൂട്ടം വിഷയം UDFിനെയും കോൺഗ്രസിനെയും പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് അവർ വിലയിരുത്തുന്നു. എന്നാൽ ഇതിനൊരു കനപ്പെട്ട മറുപടി കഴിഞ്ഞ ദിവസം മുരളീധരൻ നൽകുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ വാക്കുകളേറെ ശ്രദ്ധേയമായിരുന്നു. ഏത് മാങ്കൂട്ടം, ആരുടെ മാങ്കൂട്ടം, ഒന്നുമില്ല, അതൊക്കെ അപ്പുറത്ത് നിൽക്കേണ്ട വിഷയമാണെന്നും ഇനി ഈ കാര്യത്തിൽ നടപടിയെടുക്കേണ്ടത് സർക്കാരാണ് എന്നും അദ്ദേഹം തുറന്നടിച്ചു. മാങ്കൂട്ടത്തെ ഈ പാർട്ടിക്ക് വേണ്ട, പുറത്താക്കി കഴിഞ്ഞു, അതുകൊണ്ട് ഇനി ഇത് പറഞ്ഞ് നടന്നിട്ട് യാതൊരു കാര്യവുമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. കോൺഗ്രസ് ഈ വിഷയത്തെ എത്രമാത്രം ഗൗരവമായി എടുക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയായിരുന്നു മുരളീധരൻ്റെ ആ വാക്കുകൾ. ഇതേ സമയം തന്നെ കോൺഗ്രസ് പക്ഷം ശക്തമായ ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതായത് ഈ കേസും അതിൻ്റെ പിന്നാമ്പുറ കഥകളും എത്രത്തോളം നീട്ടിക്കൊണ്ടു പോകാൻ പറ്റുമോ, അതാണ് ഇപ്പോൾ CPM പ്രധാനമായിട്ടും ഉറ്റുനോക്കുന്നത്. ഇതാണ് അവരുടെ ആരോപണം. ഇങ്ങനെ ഈ വിഷയത്തിൽ ശ്രദ്ധ തിരിക്കാൻ സാധിച്ചാൽ അത്രയും ദിവസം സർക്കാരിനെതിരെ ജനശ്രദ്ധയിലുള്ള മറ്റു ഗുരുതരമായ വിഷയങ്ങളെല്ലാം തന്നെ മറച്ചുവെക്കാൻ അവർക്ക് സാധിക്കും. ഉദാഹരണത്തിന് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ, സർക്കാർ ഖജനാവിൽ നിന്ന് പണം ദുരുപയോഗം ചെയ്ത കാര്യങ്ങൾ, മഴയത്ത് തകർന്നുപോയ റോഡുകൾ, ആശുപത്രികളിലെ ശോചനീയാവസ്ഥ, രോഗങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന കിടക്കകൾ, ഇങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളും പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് അതെല്ലാം അകന്നു നിൽക്കും. ഇതുകൂടാതെ ഈ ഭരണകൂടം മറ്റൊരു സ്ഥിരം പല്ലവിയും ആവർത്തിക്കുന്നുണ്ട്. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് കേന്ദ്രം ഞങ്ങളെ വേട്ടയാടുകയാണ് എന്നുള്ള ആ ഒരു പഴയ ആരോപണം. ഇത് ജനങ്ങളുടെ മുന്നിൽ പൊടിയിടാനുള്ള ഒരു ശ്രമിക്കുന്നത് പോലെയാണെന്നാണ് വിമർശകർ പറയുന്നത്. കാരണം ലോകം ഇപ്പോൾ വളരെ മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. ജനങ്ങളെല്ലാം കാര്യങ്ങൾ തിരിച്ചറിയുന്ന ഒരു കാലഘട്ടത്തിൽ, ആ ഒരു സമയത്തും സാഹചര്യത്തിലുമാണ് ഇപ്പോൾ ജീവിക്കുന്നത് തന്നെ. എന്തായാലും രാഷ്ട്രീയത്തിലെ ഈ ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടയിലും ഇപ്പോൾ വോട്ട് ചെയ്യാൻ രാഹുൽ മാങ്കൂട്ടം വരുമോ എന്നതിലാണ് എല്ലാവരുടെയും ശ്രദ്ധ. കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ശേഷം പോലും തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് വീടുകൾ തോറും കയറിയിറങ്ങി വോട്ട് പിടിക്കാനുള്ള എല്ലാ കരുനീക്കങ്ങളും അദ്ദേഹം പാലക്കാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നടത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ തൻ്റെ വോട്ടവകാശം വിനിയോഗിക്കാൻ കോടതി അറസ്റ്റ് തടഞ്ഞ ഈ അവസരത്തിൽ മാങ്കൂട്ടം എത്തുമോ എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് ദിനം അവസാനിക്കുമ്പോൾ നമുക്ക് കണ്ടറിയാം.